ഹായ് ഫ്രണ്ട്സ്, അടുത്തിടെ ഇറങ്ങിയ ലോക ചാപ്റ്റർ 1 പോലൊരു മൂവിയെ പോലെ ഇന്തോനേഷ്യക്കും സ്വന്തം സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് ശക്തികൾ കിട്ടുകയാണ്. അത് മനുഷ്യരാശിയെ രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയുന്ന ശാപവും അനുഗ്രഹവും കൂടി ഉള്ളതാണ്. ഇതിൽ ഏതാവും നമ്മുടെ ഹീറോയിൻ സ്വീകരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് നേരെ ചിത്രത്തിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ മെറാഫി അഗ്നിപർവ്വതം ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളെയാണ് കാണുന്നത്, ഫസാനും നയാരയും. നയാര 5 മാസം ഗർഭിണിയാണ്. അവളുടെ സ്വപ്നങ്ങളിൽ എന്നും ഈ മെറാഫി മൗണ്ട് വരാറുണ്ടായിരുന്നെന്നും ഇന്നിവിടെ നിൽക്കുമ്പോൾ അവൾ ഒരുപാട് സന്തോഷവതിയാണെന്നും പറഞ്ഞ് അവരവിടെ വെച്ച് അവരുടെ ഈ സന്തോഷകരമായ നിമിഷങ്ങൾ ചിത്രങ്ങളായി പകർത്തി. ഈ സമയത്താണ് നൈക്ക് വയറ് ഭയങ്കരമായി വേദനിക്കുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ അഗ്നിപർവ്വതവും പൊട്ടി കറുത്ത പുകപടലവും ചുറ്റും വ്യാപിക്കുകയാണ്. എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി. ഒരു വിധത്തിൽ കാറിൽ കയറി പറ്റിയെന്ന് ആശ്വസിച്ചാൽ തിരിഞ്ഞു നോക്കിയ നൈ കാണുന്നത് അതിൽ നിന്ന് ഒരു അഗ്നി ജ്വലിച്ചു നിൽക്കുന്ന പോലെയുള്ള കണ്ണുകളും വായുമുള്ള ഏതോ ഒരു രൂപത്തെയാണ്. ഇത് കണ്ട് ഭയപ്പെട്ട അവളും വേഗത കൂട്ടി ഓടിക്കാൻ പറഞ്ഞ് അലറിക്കരഞ്ഞു. എന്നാൽ ഈ ഒരു ടൈമിൽ അവളുടെ അബ്നിയോട്ടിക് സാഗ് പൊട്ടിപ്പോവുകയാണ്. പ്രസവം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ സംഭവിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഫസാനും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം നൈക്ക് 5 മാസമേ ആയിട്ടുള്ളൂ. കാറിന്റെ വൈപ്പർ പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് തന്നെ കറുത്ത പൊടി കൊണ്ട് ഫ്രണ്ട് ഗ്ലാസ് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നിലുള്ളത് എന്തെന്ന് തിരിച്ചറിയാതെ കൊണ്ടുപോയി ഇടിച്ചു. നോക്കിയാൽ ആ ഇടിച്ചിടിയിൽ തന്നെ ഫസ മരണപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ മുന്നിലേക്ക് മധ്യവയസ്കയായ ഒരു സ്ത്രീ സഹായത്തിനായി എത്തി. അങ്ങനെ അർദ്ധപ്രാണാവസ്ഥയിൽ അവരുടെ സഹായത്തോടെ അവൾ തന്റെ കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടി എണീക്കുകയാണ് നമ്മുടെ കഥാനായികയായ അലാന. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അശരീരി പോലെ പറയുന്നു, അഗ്നിയാണ് നിന്റെ ശക്തി, നിന്റെ ലോകം അഗ്നിയാണ്, നിന്റെ കടലും അഗ്നിയാണ്. ഇവിടെയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നത്. തന്റെ സുഹൃത്ത് താങ്ക്ഹുവിന്റെ കോമിക് ബുക്ക് തട്ടിക്കൊണ്ടുപോയ മുതിർന്ന കുട്ടികളോട് വഴക്കുണ്ടാക്കുകയാണ് അലാന. സൗമ്യശീലനായ സുഹൃത്ത് തടയാൻ ശ്രമിച്ചാൽ കൂടിയും അവൾ അതിന് വഴങ്ങിയില്ല. അവൾ പെണ്ണല്ലേ, തങ്ങളോട് പ്രശ്നത്തിനൊന്നും വരില്ല, കന്യാസ്ത്രീകൾ ആരെങ്ങളുടെയും മുന്നിൽ ചെന്ന് കരയുവാവും എന്ന് പറഞ്ഞു നോക്കിയാൽ വലിയ ദേഷ്യത്തോടെ തന്നെ മരച്ചില്ലയെടുത്ത് ബുക്ക് തട്ടിപ്പറിച്ചെടുത്തവനെ നല്ല അടിയും അടിച്ചു. ഇത് കണ്ടുകൊണ്ട് മഠത്തിന്റെ ഓണറും താങ്ക്ഹുവും ഓടി വന്നു. ഇവർ മാത്രമല്ലാതെ മറ്റൊരാൾ കൂടി അവിടെ നിന്ന് അതെല്ലാം കാണുന്നുണ്ടായി. സരീത. അലാനയെ ദത്തെടുക്കുന്നതിനായി ഓർഫനേജിൽ വന്നതായിരുന്നു അവർ. എന്നാൽ ഇതെല്ലാം അവർ കണ്ടതുകൊണ്ട് അലാനയെ അഡോപ്റ്റ് ചെയ്യുമോ എന്ന സംശയം വന്നെങ്കിലും താങ്ക്ഹുവിനെ നോക്കി അലാനയെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടാൻ നീ ഭാഗ്യവാനാണെന്ന് പറയുകയാണ് അവൾ. അതുകൊണ്ട് തന്നെ അലാനയ്ക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. പോകുന്നതിന് മുമ്പ് തന്റെ പ്രിയ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഇനി ആരെങ്കിലും നിന്റെ കുറുകെ വന്നാൽ നീ തിരിച്ച് അവരോട് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവനും, ഒരു ദിവസം ഞാൻ നിനക്ക് വേണ്ടി ജക്കാർത്തയിൽ എത്തുമെന്നും വാക്കുകൊടുത്ത് അവിടെ വെച്ച് അവർ പിരിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം റെസ്ലിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ റിങ്ങിനുള്ളിൽ തന്റെ എതിരാളിയുമായി ഏറ്റുമുട്ടുകയാണ് അലാന. എന്നാൽ അത് ഒരു പെൺകുട്ടിയുമായല്ല, ആൺകുട്ടിയുമായിട്ടുള്ള മത്സരമാണ്. അതെ, തന്റെ വളർത്തമ്മ ഒരു പ്രൊഫഷണൽ ബോക്സർ ആയതുകൊണ്ട് തന്നെ അവളെ ആ രീതിയിലേക്കാണ് വളർത്തിയെടുത്തത്. ആ മത്സരത്തിൽ അവൾ തന്നെയാണ് ജയിക്കുന്നതും. അലാനയ്ക്കും കുട്ടിക്കാലത്ത് താങ്ക്ഹുവിനെ പോലെ തന്നെ അത്രയും അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു ജിമിനും ഗിലാങ്ങും. അവളും തന്റെ വിജയത്തിന്റെ ഉറവിടമായി കാണുന്നത് അവളുടെ വളർത്തമ്മയെയാണ്. എന്നാൽ സന്തോഷത്തോടെ ഉറങ്ങിയ ആ രാത്രി തീ കൊണ്ടുള്ള ഒരു ഭീകര രൂപത്തെ കണ്ട് സ്വപ്നത്തിൽ നിന്ന് പേടിച്ചണ്ട് നിലവിളിക്കുകയാണ് അലാന. ശബ്ദം കേട്ട് ഓടി വന്ന സരീതയോട് അത് പിന്നെയും വന്നു എന്ന് അവൾ പറയുന്നുണ്ട്. കുറെ വർഷങ്ങളായി അവൾക്ക് ഇത്തരത്തിൽ സ്വപ്നം വരാതെ കടന്നുപോവുകയായിരുന്നു. അവളുടെ ക്രോധത്തെ കൺട്രോൾ ചെയ്യാനായി റിങ്ങിൽ അവളുടെ കണ്ണു കെട്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് സരീത.
കോപം നീ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നിന്നെ കൺട്രോൾ ചെയ്യും, അങ്ങനെ എല്ലാം നശിക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അവൾക്കത് അടക്കാൻ സാധിക്കുന്നില്ല. ഏതോ അദൃശ്യ ശക്തിയും അവളുടെ കോപം പുറത്തേക്ക് എടുക്കുക എന്ന് പിന്നെയും പിന്നെയും പറയുന്ന പോലെ. ഒടുവിൽ തീവ്രമായ ദേഷ്യത്തിലായ അവളെ സരീതയ്ക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെയായി. അവളും നിനക്കു മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതും അവൾ ശാന്തയായി. അവളുടെ അമ്മയും കുറച്ചു നാളത്തേക്ക് നീ ഫൈറ്റിനായി ഇറങ്ങേണ്ട, അത് അപകടകരമാണ് എന്നും വിലക്കി. അവളും ഇനി ആ ശക്തിയെ എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യാൻ ഞാൻ സമ്മതിപ്പിക്കില്ലെന്ന് പറഞ്ഞതും അമ്മയും ഞാനല്ല നമ്മൾ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നീട് ബാറിൽ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് അവൾ കണ്ടത്. അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസും പ്രയാഗോയുടെ മകൻ മാത്യു എന്നൊരാൾ തൻ്റെ കലിസ്റ്റ എന്ന പെൺസുഹൃത്തിനെ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചതിന് അറസ്റ്റിലായിരുന്നു. അവൻ ഇപ്പോൾ റിലീസായി എന്നതാണ്. പുറത്തിറങ്ങിയ അവൻ മാധ്യമത്തോട് അവൾ ഫെയിമിനു വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്നാണ് കാരണം പറഞ്ഞത്. അപ്പോൾ മറ്റൊരു മാധ്യമ പ്രവർത്തകനും താങ്കളുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ റിപ്പോർട്ട് തിരുത്തിയതെന്ന് പറഞ്ഞതും അവൻ അയാളെ കയ്യേറ്റം ചെയ്തു. പ്രയാഗോയും ന്യൂസ് നോക്കുമ്പോൾ വലിയ തലക്കെട്ടിൽ തന്നെ രാജ്യത്തിന്റെ അഴിമതി നിയമത്തിന്റെ തെളിവായി പ്രയാഗോയുടെ സുവർണപുത്രൻ മോചിതനായി എന്ന പേരിൽ വാർത്തയുമുണ്ട്. അയാളും ഇതിന്റെ പേരിൽ മകനെ ഉപദേശിക്കുവാണ്. ഒരിക്കൽ ഞാൻ ഈ ഉണ്ടാക്കി കൂടുന്നതെല്ലാം നിനക്ക് സ്വന്തമാകുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നിന്റെ പേര് നീ കളങ്കപ്പെടുത്തരുത്. അവനും അത് മനസ്സിലാക്കി അച്ഛനോട് സോറി പറയുകയാണ്. ഇനി ഒരു പ്രശ്നത്തിൽ ഞാനായി ഇടപെടില്ല, മറ്റൊരുത്തിന് വെച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നേരെയാക്കിക്കൊള്ളാമെന്ന്. പിന്നീട് ഒട്ടും ഭയക്കാതെ ആ വാർത്ത പ്രസിദ്ധീകരിച്ച മുഹമ്മദ് ഗൊസാലി എന്ന സീനിയർ ജേർണലിസ്റ്റിനെ ഒറ്റ ബുള്ളറ്റിൽ തീർക്കുകയാണ്. പിന്നീട് ഇതിന്റെ അന്വേഷണം കിട്ടുന്നത് ജാറ്റ്മിക്കോ എന്ന പോലീസുകാരനാണ്. ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ പോലെ എല്ലാവർക്കും വ്യക്തമാണെങ്കിലും ആംഡ് റോബറി എന്ന പേരിൽ കേസ് ക്ലോസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഡെഡ് ബോഡി വെയർഹൗസിൽ നിന്ന് കളക്ട് ചെയ്ത് സ്ട്രീറ്റിൽ അടക്കാനും അയാൾക്ക് അത് അനുസരിക്കാതിരിക്കാനും നിർവാഹമില്ലായിരുന്നു. എന്നാൽ ചുറ്റുമുള്ള എല്ലാവരും തന്നെ പോലീസുകാരെ പറ്റി മോശം അഭിപ്രായമാണ് പറയുന്നത്. അവരെല്ലാം മോശം മനുഷ്യരാണെന്നും പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതാണ് അവരുടെ സന്തോഷമെന്നും നല്ല പോലീസുകാരില്ല എന്നൊക്കെയുമാണ്. തെറ്റ് ചെയ്തവരാരെല്ലാമാണെന്ന് അറിഞ്ഞിട്ടും നിശബ്ദത പാലിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അയാളുടെ സമനില തന്നെ കയ്യിൽ നിന്ന് പോയി. ആ സമയം അയാളുടെ കതകിനോരം ചുവന്ന കണ്ണുകളുള്ള ഒരു കാക്ക അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മാത്യുവിടെ ഇഷ്ട വിനോദമായിരുന്നു റെസ്ലിംഗ്. അവനെതിരെ ശക്തമായ എതിരാളികൾ വന്നാലും അവരെ പണം കൊടുത്ത് അവന്റെ വഴിക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ തോൽവി സമ്മതിപ്പിക്കുന്നതായിരുന്നു അവന്റെ രീതി. ഒരു തരം ഈഗോ സൈക്കോ. അവിടെ വെച്ച് ജാറ്റ്മിക്കോയെ കണ്ട് അവന്റെ ഡ്രഗ് ഡീലിങ്സിനെ പറ്റി അന്വേഷിച്ച് അച്ഛന് ഒറ്റ കൊടുക്കാതെ ഇരുന്നാൽ അവന്റെ വഴി വന്നാൽ സമ്പത്തും കാറും പദവിയും കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് വിലക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് വഴങ്ങിയില്ല. മാത്യുവിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ഫ്രണ്ട് അയച്ചതാണെന്ന് പറഞ്ഞ് അലാനയുടെ ഫൈറ്റിംഗ് വീഡിയോ കാണിച്ച് ഇംപ്രസ് ആവുന്നത് പോലെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് ഈഗോ അടിക്കുന്ന അവനും അവന്റെ ആളുകളെ വിട്ട് അമ്മയായ സരിതയോട് മത്സരത്തെ പറ്റി അറിയിച്ചു. വിസിറ്റിംഗ് കാർഡ് നീട്ടി ഉള്ള 3 റൗണ്ടിൽ 3-ൽ 1 അവൾ വീഴണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഈ ഡീലിന് ഓക്കെ അല്ലെങ്കിൽ ഇവരുടെ ഓണറിന്റെ സ്വാധീനത്തെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. എന്നാൽ അമ്മയും അതിന് സമ്മതിക്കാതെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അലാനയും അമ്മ ആരോടോ ഇപ്പോഴല്ല ഇനിയും സമയം വേണം, ഞാനാണ് അവളെ വളർത്തിക്കൊണ്ടുവന്നത് എന്നെല്ലാം ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. അമ്മയോടെ അറിവിടെയല്ലാതെ വിസിറ്റിംഗ് കാർഡ് കണ്ടെത്തി മത്സരിക്കാൻ തന്നെ അവളും പുറപ്പെട്ടു. ഉറ്റമിത്രങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് അവസാന റൗണ്ടിൽ നീ വീഴണമെന്ന്. അവളും അതെനിക്കറിയാം, നീ എപ്പോഴും പറയണ്ട എന്ന് പറഞ്ഞ് ഫൈറ്റിന് റെഡിയാവുകയാണ്. അവനാണെങ്കിലോ സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു ക്യാരക്ടറും. ഒരു നൈറ്റ് നീ എൻ്റെ കൂടെ കിടന്നാൽ ഞാൻ ഇതിലും നല്ല എമൗണ്ട് പേ ചെയ്യാമെന്നൊക്കെ. എന്നാൽ ഫൈറ്റിന് ഇറങ്ങിയിട്ടോ അലാന തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവനെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോലും അവളെ കൊണ്ട് അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയം അമ്മയും എത്തിച്ചേരുകയാണ്. തോറ്റു കൊടുക്കാൻ തയ്യാറായപ്പോഴും ആ കോപത്തിന്റെ ഫയറിൽ അവൾ തന്നെ ജയിച്ചു.
എന്നാൽ ശേഷം അവൾ ആകെ ദുഃഖിതയായി. അതിനുള്ള പ്രത്യാഘാതം എന്തായാലും നേരിടേണ്ടി വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അത് നേരിട്ടത് അമ്മയ്ക്കായിരുന്നു. മാത്യുവിന്റെ ആളുകൾ ഇടിച്ചു ഒരു പരിവമാക്കി. ഹോസ്പിറ്റലിൽ 3 പേരും ആകെ വേദനിക്കുകയാണ്. തന്റെ അമ്മയ്ക്ക് സംഭവിച്ചതിൽ ദേഷ്യം വന്ന അലാനയും മാത്യുവിന്റെ ആളുകളെ തീർക്കുകയാണ്. തിരിച്ചു വന്ന അമ്മയോട് ഞാൻ ഇനി നല്ല മകളായിക്കോളാം എന്ന് സത്യവും ചെയ്യുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് പ്രയാഗോ തിരക്കിട്ട് വരുന്നതും മാത്യു മരിച്ചു കിടക്കുന്നതുമായാണ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ അവന്റെ ഗേൾഫ്രണ്ട് ജിസേൽ പറയുന്നത് അലാന അവന്റെ ബോഡി ഗാർഡ്സിനെ എല്ലാം അടിച്ച് വകവരുത്തിയെന്നും ഞാൻ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല, ഞാൻ എണീക്കുമ്പോഴേക്കും എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നതുമെന്നുമാണ്. അയാളും ഈ കലിയിൽ അമ്മയെ അഡ്മിറ്റ് ചെയ്ത ബ്ലോക്ക് മൊത്തം ബോംബ് വെച്ച് കത്തിച്ചു. ഇതിൽ തകർന്നു പോയ അലാനയെ അവന്റെ കൂട്ടാളികൾ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ അവളെ ഫോളോ ചെയ്യുന്ന ഒരുത്തൻ അവളെ സഹായിക്കാൻ വന്നെങ്കിലും എല്ലാവരും കൂടെ അവനെ അടിച്ചവശനാക്കുകയാണ്. അത് കണ്ട അലാനയും ദേഷ്യത്തിൽ അവരെയെല്ലാം അടിച്ചവശരാക്കി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോഴോ അവരെല്ലാരും വായുവിൽ പറന്നു. തന്റെ ഈ സൂപ്പർ പവർ കണ്ട അലാനയും ആശ്ചര്യപ്പെടുകയാണ്. കാല എന്ന അവന്റെ കൂടെ അവന്റെ വീട്ടിൽ പോയി നോക്കിയാൽ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ തന്നെ ചികിത്സയിലാണ്. അവിടെ വെച്ച് അവന്റെ അമ്മ ഇയാങ് മരിയാനിയാണ് അവളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അവർക്ക് കാഴ്ചശക്തിയില്ല. ഒരു പ്രൊജക്ടിന്റെ കാഴ്ചയിലൂടെ അവർ കാര്യങ്ങൾ വിവരിക്കുകയാണ്. കാലത്തിന്റെ തുടക്കം മുതൽ മനുഷ്യർ ഉണ്ടാകുന്നതിന് മുമ്പ് ശക്തിശാലികളായ ജീവികൾ ലോകത്ത് സഞ്ചരിച്ചു വന്നിരുന്നു. അവരെ 2 വിഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ജീവിതത്തിന് നന്മ ചെയ്യുന്നവർ. ഇവരെ നയിക്കുന്നത് ദേവി ആസി ആണ്. മറുപക്ഷം വെറുപ്പ് നിറഞ്ഞവർ, ദുർവൃത്തി നിറഞ്ഞവർ, നശിപ്പിച്ചുകൊണ്ട് ദുഃഖം വിതറുന്നവർ. ഇവരെ നയിക്കുന്നത് തീയുടെ ദേവിയാണ്. ഇന്തോനേഷ്യൻ ദ്വീപസമൂഹമായ നുസന്താര വരുന്നതുവരെ ഇവർക്കിടയിലെ യുദ്ധം ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടായിരുന്നു. ഒരിടയ്ക്ക് 2 പേരും തമ്മിൽ ഒരു മഹായുദ്ധം സംഭവിച്ചു. ഫയറിന്റെ ദേവിയെ തോൽപ്പിച്ചുകൊണ്ട് ദേവി ആസിഡ് വിജയിച്ചു. ഒരു അഗ്നിപർവ്വതത്തിനുള്ളിൽ തീയുടെ ദേവിയെ ലോക്ക് ചെയ്തു വെച്ചു. എന്നാൽ അവളുടെ 5 കമാൻഡർമാരും ജീവൻ പ്രാപിച്ചാൽ തീയുടെ ദേവിക്ക് തടവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആദ്യത്തേത് ശക്തിയേറിയ യോദ്ധാവും ഒപ്പം പവർഫുൾ ആയിട്ടുള്ള മന്ത്രവാദവുമാണ്. അടുത്തത് പകുതി മനുഷ്യനും പകുതി ഭൂതവും പോലുള്ള ജീവി, രക്തത്തിനായി ദാഹിക്കുന്ന ഒരുവൻ. മൂന്നാമെന്ന് പറയുന്നത് ഒരു ബുദ്ധിയും ശക്തിയുമേറിയ ഭൂതക്കുട്ടിയാണ്. 4-മത്തേത് സമുദ്രത്തിനെ തന്നെ ആധിപത്യത്തിലാക്കിയ ഒരു ഭൂതസ്ത്രീ. 5-മത്തേതും അവസാനത്തേതും ഒരു ദുഷ്ടാത്മാവാണ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് നശിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇതിനെയാണ് ഡീമൺ സ്പിരിറ്റ് എന്ന് പറയുന്നത്. തീയുടെ ദേവി വീണ്ടും ജീവൻ പ്രാപിച്ചാൽ അത് രാജ്യത്തിന്റെ നാശത്തിലുപരി ഈ ലോകത്തിന്റെ നാശത്തിന് തന്നെ കാരണമാകും. ഇത് കേട്ടതും അലാന ഇനി തൻ്റെ ഉള്ളിൽ ഇതിലേതെങ്കിലും ശക്തി ഉണ്ടോ എന്ന് സംശയിക്കുകയാണ്. എന്നാൽ കാലയും 1954 രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് 9 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യന് തന്റെ ശക്തികൾ കൈമാറുമെന്ന് ദേവി ആസി വാഗ്ദാനം ചെയ്തിരുന്നു. നാനി വിജയ എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഒരു ദേശസ്നേഹിയായിരുന്നു. ശ്രീ ആസിക് എന്നറിയപ്പെടുന്നു. ശ്രീ ആസിക് എൻഗുലെ ജിൽവോ എന്ന ഓപ്പറേഷനെ സഹായിച്ചു. അതിന്റെ അർത്ഥം ജാവയിലേക്കുള്ള തിരിച്ചുവരവ് എന്നാണ്. അക്കാലത്ത് ഡച്ച് അധിനിവേശ കാലത്ത് നിരവധി ആളുകളെ സുരിനാമിലേക്ക് അയച്ചു. അവിടെ തടവിലാക്കപ്പെട്ടു. വില കുറഞ്ഞ തൊഴിലാളികളാക്കി അവരെ മാറ്റി. ജഗഭൂമി, അതാണ് ഇവരുടെ ഈ സർക്കിളിന്റെ പേര്. ആസിക് ദേവിയുടെ പിൻഗാമികളെ ഇവർ തുടർച്ചയായി ട്രാക്ക് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു, കാലയും കാലയുടെ ആളുകളും. കാരണം അവർക്ക് ഉറപ്പുണ്ട് ആസിക് ദേവി അവരുടെ പിൻഗാമികളിലൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അലാനയുടെ മാതാപിതാക്കളുടെ മരണത്തെയും അവരുടെ കാണാതായ കുഞ്ഞിനെ പറ്റിയുമുള്ള വാർത്ത അവർക്ക് ലഭിച്ചു. അതായത് അലാനയെ പറ്റിയുള്ള വാർത്ത. അവൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അഗ്നിദേവിക്ക് അറിയാമായിരുന്നു അവൾ ആസിക് ദേവിയുടെ ഒരു പാത്രമാകുമെന്ന്. അവൾ നിങ്ങളെ ഏറ്റെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവളുടെ എതിരാളികളുടെ പോരാട്ടം തുടരില്ല. അലാന,
നീയാണ് അടുത്ത ദേവതയായ ആസിക് അവതാരം എന്ന് പറഞ്ഞതും ഇപ്പോഴാണ് അവൾക്ക് തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ബോധ്യം വന്നത്. എന്നാൽ അപ്പുറത്തെ പ്രയാഗോയും തൻ്റെ മകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവളെ കൊല്ലാൻ ഏർപ്പാടാക്കുകയാണ്. CCTV ദൃശ്യങ്ങളിലൂടെ അവൾ വെറും ഒരു സ്ത്രീയല്ലെന്ന് മനസ്സിലാക്കി അയാൾ തന്റെ ചെയിനിലെ ലോക്കറ്റ് മുറുക്കെ പിടിക്കുകയാണ്. പിന്നീട് അലാനയെ കൂട്ടിക്കൊണ്ടുപോയി ശ്രീ ആസിഖിനെ കോസ്റ്റ്യൂം കാട്ടിക്കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് നാനി വിജയ ധരിച്ചത്. കൂടാതെ അവക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രവും കാട്ടിക്കൊടുക്കുന്നു. ഈ ആഭരണങ്ങളെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള പാരമ്പര്യ സ്വത്താണ്. പിന്നീട് പൂജ നടക്കുകയാണ് അലാനയ്ക്ക് കൂടുതൽ അറിവുകളും സ്ഥിരപ്പെടുത്താനും നിയന്ത്രിക്കാനുമായിട്ടുള്ള കഴിവിനായിട്ട്. ഒടുവിൽ ഗോഡസ് ആസിഖിനെ നേരിട്ട് കാണാനും പവറുകൾ കിട്ടാനും ഹെൽപ്പ് ആക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സ്ട്രീറ്റിൽ തീ പിടിക്കുന്നതാണ്. അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാമെന്ന കാരണത്തിലാണ് ന്യൂസ് പരക്കുന്നത്. പ്രയാഗോ തന്റെ ത്യാഗത്തിന് വേണ്ടി തെരുവിലെ ആളുകളെ ഉപയോഗിക്കുന്നതാണ് എന്നാണ് കാല പറയുന്നത്. അതായത് ഫയർ ഗോഡസിന്റെ 5 കമാൻഡർമാരിൽ ഈവൽ സ്പിരിറ്റ്, വെറുപ്പും ദുരുദ്ദേശവും നിറഞ്ഞ ഒരു മനുഷ്യന്റെ ആത്മാവിനെ പൊസസ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. അതിന് 1000 ആത്മാക്കളെ ബലി കൊടുക്കേണ്ട ആവശ്യവുമുണ്ട്, 1000 ഡീമൺ ആർമി ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് പ്രയാഗോ ആയിരിക്കുമെന്ന് ഇവർ സംശയിക്കുന്നത്. ഈ സ്പിരിറ്റിന്റെ ശക്തി എന്നത് അതിന് ഹെയർലൂം ആയിട്ടുള്ള നെക്ലേസിലാണ്. അത് അയാളുടെ കൈവശമാണ് ഉള്ളത്. അയാളുടെ പവേഴ്സ് നശിപ്പിക്കാൻ നമുക്കത് തട്ടിയെടുത്തേ മതിയാവൂ. അപ്പുറത്ത് പ്രയാഗോയും പ്രധാനപ്പെട്ടവരെല്ലാവരെയും കൂട്ടി ചർച്ച നടക്കുകയാണ്. ദാരിദ്ര്യം എന്ന അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി തെരുവിലുള്ളവരെ ഇല്ലാതാക്കി പുതിയൊരു ലോകം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓവർ പോപ്പുലേഷൻ കൂടിയാണത്രേ. ഒടുവിൽ മറ്റൊരാൾ കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാല ഇതിനെതിരെ അവളുടെ ശക്തി പ്രയോഗിക്കാൻ പറയുകയാണ്. ഒരിക്കലും അത് ദേഷ്യത്തിലോ അത്യാഗ്രഹത്തിലോ ആകരുത്. ആദ്യം അവളുടെ അമ്മയെ വേദനിപ്പിച്ച പ്രയാഗോയുടെ കൂട്ടുകാളികളോട് അവൾ പ്രതികാരം തീർക്കുകയാണ്. ജാറ്റ്മിക്കോയെ വിളിച്ച് അവളെ കണ്ടുപിടിച്ചാൽ നല്ലൊരു ലൈഫ് അവൻ ഓഫർ ചെയ്യുകയാണ് പ്രയാഗോ. അലാനയോട് കേംബാങ്ക് ആൻഡ് പബ്ലിക് ഹൗസിംഗ് എന്ന പ്രയാഗോയുടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റി അറിയിക്കുകയാണ്. അലാന അവിടെ എത്തി നോക്കുവാണെങ്കിൽ അവിടെയുള്ള ചെക്കന്മാർ കുറെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വട്ടം കൂടുവാണ്. അവിടെ ഒരാൾ അവരിൽ നിന്ന് ഹെൽപ്പ് ചെയ്തു. നോക്കിയാൽ അത് മറ്റാരുമല്ല, അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് താങ്കു. അവളെ അന്വേഷിച്ചാണ് അവൻ ജക്കാർത്തയിൽ എത്തിയത്. പിറ്റേ ദിവസം ജിസയിലും ലിയോണും മരിച്ചെടുക്കുന്ന ഫോട്ടോഗ്രാഫായിട്ടാണ് ജാറ്റ്മിക്കോ എത്തിയത്. പിന്നീട് പ്രയാഗോയുടെ മാനേജറെ ആരോ പിന്തുടരുന്നതായി കാണിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചെന്ന് ഇവിടെ അറിയുന്നില്ല. ഇപ്പോഴാണെങ്കിൽ പോലീസുകാർ അലാനയുടെയും താങ്കുവിന്റെയും പിന്നകെയാണ്. പിറ്റേ ദിവസം താങ്കുവിനെ കാലയും അലാനയും വന്ന് കാണുകയാണ്. രചനയെയും പരിചയപ്പെടുത്തുന്നു. സെയിം അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരാണിവർ. കഴിഞ്ഞ ദിവസത്തെ ഫയർ ആക്സിഡന്റിൽ ഭാഗ്യത്തിനാണ് ഇവർ രക്ഷപ്പെട്ടത്. അവക്ക് ഒരു മകൾ കൂടിയുണ്ട്, കിണർ. ഈ അടുത്ത് നടന്നതെല്ലാം അവളെ ആകെ ട്രോമയിലാക്കിയിരിക്കുകയാണ്. അലാനയും ഇനിയൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അവക്ക് വാക്കുകൊടുത്തു. ഈ പോലീസുകാരൻ അവരെ ഗവൺമെന്റിൽ നിന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നത് ജാറ്റ്മിക്കോ. അലാനയും പറയുകയാണ് അവളെല്ലാം മാത്യുവിനെ കൊന്നതെന്ന്. അപ്പോൾ ജാറ്റ്മിക്കോ ഒരു നോട്ടീസ് ഇവർക്കായി കൊടുക്കുന്നുണ്ട്. നാളെ രാത്രി അയാൾ ഒരു മാസ്ക്വറേഡ് നടത്തുന്നുണ്ട്, സൂക്ഷിച്ചു മുന്നോട്ട് നീങ്ങൂ എന്ന് പറയുമ്പോൾ അലാനയും നിങ്ങൾ എന്താണ് അയാളുടെ സൈഡ് നോക്കാത്തത് എന്ന് അന്വേഷിക്കുമ്പോൾ പണം കൊടുത്ത് എല്ലാരെയും വാങ്ങാൻ പറ്റില്ല എന്ന് മറുപടി പറഞ്ഞാണ് അയാൾ പോകുന്നത്. അവർ ഇതിൽ പങ്കെടുത്തു. ഇത് മരിച്ചുപോയ മകന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റൈസ് പാർട്ടിയാണ്. അവർ അയാളെ ഫോളോ ചെയ്ത് അയാളുടെ സ്ഥലം കണ്ടെത്തി. കിട്ടിയാലും ഫൈറ്റ് അടക്കാണ്. നെക്ലേസ് തട്ടിയെടുത്താലും പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവർ അന്വേഷിച്ച് നടന്ന ചെയിൻ ഇതല്ലായിരുന്നെന്ന്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സ്ലമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ടാങ്കുവും രചനയും കിണറും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ദുഷ്ടന്മാരുടെ മുന്നിൽ പെടുകയാണ്. എന്നാൽ അലാനയുടെ സഹായത്തോടെ അവർ രക്ഷപ്പെട്ടു. അപ്പോഴേക്ക് പോലീസും എത്തി ബാധിക്കപ്പെട്ടവരെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതിൽ രചനയും മകളും ഉൾപ്പെട്ടിരുന്നു. ഈവൽ സ്പിരിറ്റ് പ്രയാഗോ അല്ലെന്ന് മനസ്സിലാവുകയാണ്. പിന്നെ ആരാണ്? പിന്നീടാണ് ഇയാങ് ഓർക്കുന്നത് 1000 സോൾ ബലി കൊടുക്കണം എന്നുള്ളത് ഒരേ സമയം നടക്കേണ്ടതാണ്. അതിനർത്ഥം ഈ 1000 പേരും ഒരേ സ്ഥലത്ത് കൂടിച്ചേരണം, എന്നിട്ട് ഒരുമിച്ച് കൊല്ലണം. അതായത് ആ ടെമ്പററി ഷെൽട്ടറിൽ വെച്ച് എല്ലാരെയും ഒരുമിച്ച് കൊലപ്പെടുത്തുക. അതാണ് പ്ലാൻ.
ഇത് സത്യമാണോ എന്ന് നോക്കിയാൽ അവിടെ ഫയർ പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ചു പേരെ പോലീസ് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. താങ്കുവും ലൊക്കേഷൻ അറിയാൻ സ്റ്റേഷനിലെത്തിയ ജാസ്മിക്കോയും ഇനി ഇങ്ങോട്ട് വരരുത്, അറിഞ്ഞാൽ അറിയിക്കാം എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ്. അവർ ജക്കാർത്തയിൽ ഈവിൾ സ്പിരിറ്റിനെ അവന്റെ രാജാവായി സ്വീകരിക്കുന്ന സ്ഥലം നോക്കി അത് സിന സെൻഡോസ ഫാക്ടറി ആണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് യാത്രയായി. സൂപ്പർ നാച്ചുറൽ ഇവന്റിനായി ഫാക്ടറി 2 മാസമായി അടച്ചിട്ടിരിക്കുകയാണ്. അവിടുത്തെ ജോലിക്കാരൻ ഈ ദുഷ്ടശക്തിയെ കൊണ്ട് പൊസസ്ഡ് ആണ്. നോക്കിയാൽ തീയുടെ ദേവിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരായിരുന്നു ഗാണ്ട എന്നൊരാളും മറ്റൊരുത്തനും. ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ എത്തിയാൽ കിഡിലൻ ഫൈറ്റാണ് നടക്കുന്നത്. നോക്കിയാൽ ഇവൾ സ്പിരിറ്റിന്റെ ഫേസിൽ മാസ്ക് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് മറിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ അവരോട് പിടിച്ചു നിൽക്കാൻ അലാന നന്നായി തന്നെ കഷ്ടപ്പെട്ടു. നോക്കിയാൽ അത് മറ്റാരുമല്ല, ജാസ്മിക്കോ. അവരാണ് ഇതിനു പിന്നിൽ. തുടക്കത്തിൽ അലാന പരിഭ്രമിച്ചാലും ധൈര്യത്തോടെ നേരിടാൻ തയ്യാറായി. നോക്കിയാൽ 1000 പേരെയും ഇവിടെ പൂട്ടി വെച്ചിരിക്കുകയാണ്. പ്രശ്നം എന്തെന്നാൽ തകർത്താലും അതിൽ ബോംബുണ്ട്. 10 മിനിറ്റിനുള്ളിൽ അത് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് എല്ലാവരും ഒരുമിച്ച് മരിക്കും. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഈവിൾ സ്പിരിറ്റും ഫയർ ഗോഡസും ശ്രമിക്കുകയാണ്. എന്നാൽ അവളും അതിനെ കൺട്രോൾ ചെയ്ത് കോപം എന്റെ സ്വഭാവമല്ല എന്ന് പറഞ്ഞ് 3 ആയി മാറുകയാണ്. 3 രൂപങ്ങൾ. അലാനയും ആ ബോംബ് എടുത്തു കൊണ്ടുപോയി ദൂരേക്ക് ഇടുകയാണ്. പൊടുന്നനെ അത് പൊട്ടിത്തെറിച്ചു. സാക്രിഫൈസ് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈവിൾ സ്പിരിറ്റിനും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതോടെ എല്ലാവരും രക്ഷപ്പെട്ടു. കിണർ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടിരുന്നു. അവളെയും രക്ഷപ്പെടുത്തി അലാന തിരിച്ചു വന്നു. അവളെ കണ്ട താങ്കുവും ആശ്വസിച്ചു. എല്ലാവരും അവളോട് നന്ദി ചോദിച്ചുകൊണ്ട് പേര് ചോദിച്ചപ്പോൾ ശ്രീയാസി എന്നാണ് അവൾ മറുപടി കൊടുത്തത്. അമ്മയും സുഖപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നോട് സത്യങ്ങൾ മറിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരമ്മയും തന്റെ കുഞ്ഞ് ഭയങ്കര അപകടത്തിൽപ്പെടുന്നത് ആഗ്രഹിക്കില്ല. അമ്മയുടെ ധർമ്മം കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നതാണ് എന്നായിരുന്നു മറുപടി. പിന്നീട് ഇയോ നിന്നെപ്പോലെ ഗുണ്ടാല എന്ന മറ്റൊരാൾക്ക് ഇതേ ശക്തികളുണ്ട് എന്ന് പറയുകയാണ്. അവന് നിന്റെ സഹായം ആവശ്യമുണ്ട്. നിങ്ങൾ 2 പേരും ചേർന്നതാണ് ശ്രീ ആസിഖിന്റെ ശക്തി. നാനി വിജയുടെ കോസ്റ്റ്യൂം കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ ആശ്വസിക്കുകയാണ്. നോക്കിയാൽ കാർ നിർത്താനായി ബൈക്കിൽ ഒരാൾ പിന്തുടർന്നു വരുന്നു പറയുകയാണ്. കാറിലെ ഡ്രൈവർ അയാളെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ നാനി വിജയുടെ കോസ്റ്റ്യൂം അറിഞ്ഞ് മുന്നിൽ അലാനയെ പോലെ ഒരാളെ കാണിച്ച് സസ്പെൻസിൽ ചിത്രം അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.